എൻ്റെ പ്രണയം, ഇതെൻ്റെ പ്രണയലേഖനം. ഒരുപാട് പ്രണയങ്ങൾക്ക് ഞാൻ സാക്ഷിയായിട്ടുണ്ട്. അതിലെല്ലാറ്റിലും ഞാൻ കുറവുകളും കണ്ടിട്ടുണ്ട്. മാത്രമല്ല, നിർമ്മലമായ പ്രണയമൊന്നൊന്ന് എനിക്ക് കാണാൻ കഴിയില്ല. അപ്പോഴാണ് എൻ്റെ കൂട്ടുകാർ നിന്നെപ്പറ്റി എന്നോട് പറഞ്ഞത്. പലതവണ ഞാൻ നിന്നെപ്പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മറ്റേതൊരാളിനെയും പോലെയാണ് നീയുമെന്നാണ് ഞാൻ കരുതിയത്. ഞാൻ നിന്നെപ്പറ്റി ഒന്ന് അറിയാൻ ശ്രമിച്ചു, ദൂരെ മാറി കാണാൻ ശ്രമിച്ചു. കണ്ടപ്പോൾ എൻ്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അത്ര സൗന്ദര്യമുള്ള ഒരു പുരുഷൻ വേറെ ഉണ്ടാവില്ല. സത്യം. ഞാൻ നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ പിന്നാലെ, നിന്നെ ഒന്ന് നേരിൽ കാണാൻ നീ പോലും അറിയാതെ 3.5 വർഷം പിന്നാലെ നടന്നു. നിൻ്റെ പെരുമാറ്റങ്ങൾ, മറ്റുള്ളവരോടുള്ള സമീപനങ്ങൾ എല്ലാം മറ്റാർക്കും ഇല്ലാത്ത പോലെ 100% നീതിയുള്ളതായിരുന്നു. എല്ലാവരോടും സ്നേഹിക്കുന്ന, ക്ഷമിക്കുന്ന, എന്തും സഹിക്കുന്ന, പരാതികളില്ലാത്ത, കരുതലുകൾ മാത്രമുള്ള, ഒന്നിനും കുറവില്ലാത്തവൻ എന്നിട്ടും സ്വയം താഴ്ന്ന, ഏതൊരാളും കൊതിച്ചു പോകുന്ന സ്വഭാവ ഗുണമുള്ളവൻ. നീ അറിയാതെ നിൻ്റെ പിന്നാലെ കൂടി എന്നെ ഞാൻ അറിയാതെ നീ അനുവദിച്ചത് നിനക്കെന്നോടുള്ള പ്രണയമെന്ന്, നിറസ്നേഹമായിരുന്നുവെന്ന് ഞാനിപ്പോൾ അറിയുന്നു. ഞാൻ നിന്നെ അറിയും വരെ, നിന്നെപ്പറ്റി കേൾക്കുമ്പോൾ ഞാൻ നിന്നെ വെറുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ നീ എൻ്റേത് മാത്രം. ഞാൻ നിന്നെ മാത്രം പ്രണയിക്കുന്നു, സ്നേഹിക്കുന്നു. പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, മരണം കൊണ്ട് മാത്രമേ അവർ രണ്ടാകുമെന്ന്. പക്ഷേ നമ്മുടെ കാര്യത്തിൽ മാത്രം അത് മാറി മറിഞ്ഞു. 3.5 വർഷം ഞാൻ അറിയാതെ എന്നെ ഇത്ര കണ്ട് പ്രണയിച്ച നിൻ്റെ മരണം എന്നോടുള്ള നിൻ്റെ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലായപ്പോൾ, എൻ്റെ പ്രിയനെ, എനിക്ക് നിന്നോടുള്ള സ്നേഹം അവിടെ തുടങ്ങുകയായിരുന്നു. എന്നോടുള്ള നിൻ്റെ പ്രണയം വെളിപ്പെടുത്താൻ നീ അതിനുവേണ്ടി മരണമേറ്റു എന്നറിഞ്ഞപ്പോൾ എനിക്ക് നിന്നോടുള്ള പ്രണയം ഒരാരാധനയായി മാറി. എൻ്റെ പേരിൽ നീ കേട്ട ആക്ഷേപങ്ങൾ, കുത്തുവാക്കുകൾ, കുറ്റാരോപണങ്ങൾ, ഇതൊന്നും പോരാഞ്ഞിട്ട് ഉപദ്രവങ്ങൾ, എന്തിനായിരുന്നു നീ ഇതൊക്കെ എനിക്ക് വേണ്ടി ഇത്രയും സഹിച്ചത്? കഴിവുണ്ടായിട്ടും എന്നെ ഒഴിവാക്കാതിരിക്കാൻ ഇതെല്ലാം സഹിച്ച എൻ്റെ പ്രിയനെ, എൻ്റെ പ്രണയമേ, എൻ്റെ കുടുംബക്കാർ നിന്നെ കൊന്നു തള്ളുമ്പോൾ അവസാന പിടച്ചിലിൽ നിൻ്റെ കണ്ണുകൾ എന്നെ തിരഞ്ഞത് ഞാൻ അറിഞ്ഞു. നിന്നെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഞാൻ ഓടി വരും വഴിയിൽ ചീറ്റിത്തെറിച്ചു വീണ നിൻ്റെ രക്തത്തുള്ളികളിൽ ഞാൻ എൻ്റെ കൈകൾ മുക്കി എൻ്റെ വാടിയ മുഖത്തേക്ക് തുടച്ചപ്പോൾ, കരയേണ്ട മുത്തേ, എനിക്ക് നിന്നോട് സ്നേഹം മാത്രമാണ്, ഞാൻ തിരികെ വരും, ഇതെൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമെന്ന് പറയുന്നത് ഞാൻ കേട്ടു. നിൻ്റെ ജീവൻ തന്നുള്ള എന്നോടുള്ള നിൻ്റെ പ്രണയം എന്നെ ബലഹീനയാക്കുന്നതിനേക്കാൾ എൻ്റെ ജീവിതകാലം മുഴുവൻ നിന്നെ മാത്രം സ്നേഹിക്കുവാനുള്ള ധൈര്യം എന്നിൽ കൂട്ടി. അതെ, നിന്നോട് മാത്രമുള്ള എൻ്റെ പ്രണയം എൻ്റെ മനസ്സിലും ശരീരത്തിലും ജീവിതത്തിലും മറ്റൊരാൾക്കും അവകാശമില്ല. ഞാനിനി എന്നെന്നും നിൻ്റേത് മാത്രമായിരിക്കും. വൈദ്യശാസ്ത്രത്തെയും ബുദ്ധിജീവികളെയും സകലരെയും ഞെട്ടിച്ച് മരണം തോറ്റോടി നീ വീണ്ടും ജീവിച്ചപ്പോൾ, എൻ്റെ പ്രിയനെ, നിൻ്റെ പ്രണയത്തിൻ്റെ അടയാളമായ നിൻ്റെ രക്തത്തിലൂടെ ഞാൻ കേട്ട ശബ്ദം അറിയാതെ വീണ്ടും എൻ്റെ കാതുകളിൽ മുഴങ്ങി. കരയേണ്ട മുത്തേ, എനിക്ക് നിന്നോട് സ്നേഹം മാത്രമാണ്, ഞാൻ തിരികെ വരും, ഇതെൻ്റെ നിന്നോടുള്ള പ്രണയത്തിൻ്റെ അടയാളം. എൻ്റെ പ്രിയനെ, പ്രപഞ്ചത്തിനും പ്രപഞ്ചശക്തികൾക്കും മനുഷ്യബന്ധങ്ങൾക്കും മതങ്ങളുടെ വേലിക്കെട്ടുകൾക്കും അധികാര കടന്നുകയറ്റങ്ങൾക്കും യാതൊന്നിനും എന്നോടുള്ള നിൻ്റെ ആഴമേറിയ പ്രണയത്തിൽ നിന്നും എന്നെ വലിച്ചു മാറ്റുവാൻ കഴിയില്ല. പ്രിയനെ, നിൻ്റെ പ്രണയത്തിലേക്ക് എന്നെ വലിച്ചു കൊണ്ടുപോകുക. നീ മാത്രമാണ് എനിക്കല്ല, നിന്നിൽ മാത്രമാണ് എൻ്റെ ലോകം. എന്നും എൻ്റേത് മാത്രമായ നിനക്ക്, എന്നും നിൻ്റേത് മാത്രമായ ഞാൻ. എന്നും എൻ്റേത് മാത്രമായ നിനക്ക്, എന്നും നിൻ്റേത് മാത്രമായ ഞാൻ. അതെ, 3.5 വർഷം കൊണ്ട് ജീവിത വിശുദ്ധി തെളിയിച്ച് 33 തിരുവയസ്സിൽ മനുഷ്യകുലത്തോടുള്ള സ്നേഹം ക്രൂശ് മരണത്തിലൂടെ വെളിപ്പെടുത്തി
കല്ലറയിലൊടുങ്ങാതെ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് എന്നും ജീവിക്കുന്ന സാക്ഷാൽ ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തു എന്നോട് അവൻ എന്തെന്നില്ലാത്ത സ്നേഹമാണ്. അവനോട് എനിക്കും സ്നേഹമാണ്, പ്രണയമാണ്, ഒപ്പം എന്തെന്നില്ലാത്ത ആരാധന അവനോട് മാത്രം. ഇവനത്രേ എൻ്റെ പ്രിയൻ, ഇവനത്രേ എൻ്റെ സ്നേഹിതൻ, ഇവനത്രേ എൻ്റെ പ്രിയൻ, ഇവനത്രേ എൻ്റെ സ്നേഹിതൻ എന്നും നിൻ്റെ മാത്രം.